അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. കടമകൾ മക്കൾക്ക് മാതാപിതാക്കളോട് മാത്രമല്ല, കുറേയൊക്കെ ബാധ്യതകളും കടമകളും മാതാപിതാക്കൾക്ക് മക്കളോടുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അമാനത്ത് സ്വത്തായിട്ടാണ് മക്കളെ മാതാപിതാക്കൾക്ക് കൊടുത്തിട്ടുള്ളത്. ആ മാതാപിതാക്കൾ മക്കളെ നല്ല രീതിയിൽ ചെറുപ്പം മുതലേ വളർത്തി മുന്നോട്ട് കൊണ്ടുവരണം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മുറു ഔലാദക്കും ബിസ്സലാത്ത് വഹും അബ്നാഉ സബ്ഇ സിനീന വദ്രിബൂഹും അലൈഹ വഹും അബ്നാഉ 10 സിനീൻ. 7 വയസ്സായി കഴിഞ്ഞാൽ മക്കളോട്, ആണാകട്ടെ പെണ്ണാകട്ടെ, മക്കളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും ആ കൽപ്പന 3 വർഷം മുന്നോട്ട് പോകണം. 10 വയസ്സ് വരെ ആ ഉപദേശം മുന്നോട്ട് പോകണം. 10 വയസ്സായിട്ടും നിസ്കരിക്കുന്നില്ല എങ്കിൽ മാതാപിതാക്കൾ നിസ്കരിക്കാത്തതിന് പേരിൽ അവരെ അടിക്കാൻ ഇസ്ലാം നമ്മളോട് പറയുന്നുണ്ട്. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഉപദേശങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണ് എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കി ആ രീതിയിൽ മക്കളെ മുന്നോട്ട് വളർത്താൻ ശ്രമിക്കണം. മദ്രസ പഠനം മാത്രമല്ല, അത് കഴിഞ്ഞാൽ അവരെ നമ്മൾ സ്കൂളിലാക്കി കഴിഞ്ഞാൽ ആ സ്കൂൾ വിദ്യാഭ്യാസവും മുന്നോട്ട് പോയി, സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പിന്നീട് അവർ കോളേജിലേക്ക് പോകും. ആ കോളേജ് വിദ്യാഭ്യാസത്തിനിടയ്ക്ക് അവർക്ക് കൂട്ടുകാരായി, ഫ്രണ്ട്ഷിപ്പായി, സ്നേഹിക്കാൻ ആൾക്കാരായി ഒരുപാട് ബന്ധങ്ങളും കൂട്ടുകാരും അങ്ങനെ കൂടി വരും. അങ്ങനെ ആ കൂട്ടുകാരുമായിട്ട് ചിലപ്പോൾ അവർ വീട്ടിൽ വരും. മാതാപിതാക്കൾ ചോദിക്കും, മക്കളെ ഇതാരാണ്? അതെൻ്റെ ഫ്രണ്ട്സാണ്. ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ നീണ്ടു പോകും. അങ്ങനെ അവർ കോളേജിൽ പോകുന്നത് അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നത് ഒന്നിച്ചാകും. അങ്ങനെ എല്ലാ ദിവസവും വണ്ടിക്കാശും കൊടുത്ത് ചോറും പൊതിയൊക്കെ കൊടുത്ത് മാതാപിതാക്കൾ മക്കളെ സ്കൂളിലേക്ക് അല്ലെങ്കിൽ കോളേജിലേക്ക് പറഞ്ഞു വിടും. അങ്ങനെ അവർ രാവിലെ 9 മണിക്ക് പോയാൽ 5 മണിയാകുമ്പോൾ ഇൻഷാ അല്ലാഹ് തിരിച്ചു വരും. ആ വരവും പോക്കും അങ്ങനെ നീണ്ടു പോകും. അങ്ങനെ സ്കൂളിൽ അവധി വരുന്ന ദിവസങ്ങളുണ്ട്, അല്ലെങ്കിൽ പബ്ലിക് ഹോളിഡേ ഉണ്ട്. ആ ദിവസങ്ങളിലും മക്കൾ സ്കൂളിൽ പോകാൻ അല്ലെങ്കിൽ കോളേജിൽ പോകാൻ ഒരുങ്ങുമ്പോഴും മാതാപിതാക്കൾ ചോദിക്കും, മക്കളെ ഇന്ന് പബ്ലിക് ഹോളിഡേ അല്ലേ, ഇന്ന് സ്കൂൾ അവധിയല്ലേ, ഇന്നെന്തിനാ ഇവിടെ പോകുന്നത്? ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. ആ സ്പെഷ്യൽ ക്ലാസ്സിന് പോയാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാത്തത് പഠിക്കാനും അല്ലെങ്കിൽ വിട്ടുപോയ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അതിനുവേണ്ടി ചെല്ലണമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്പെഷ്യൽ ക്ലാസ് കൊണ്ട് തന്നെ പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ മാതാപിതാക്കൾ കരുതും, എൻ്റെ മക്കൾക്ക് നല്ല ആത്മാർത്ഥതയുണ്ട്. മാതാപിതാക്കൾ കഷ്ടപ്പെടുന്ന ആ കഷ്ടപ്പാട് ഞങ്ങൾ മനസ്സിലാക്കിയ മക്കൾ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പഠിത്തമാണ്, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാൻ വേണ്ടിയുള്ള പഠിത്തമാണ് അവർ കഷ്ടപ്പെടുന്നത്. പഠിച്ചോട്ടെ പൊക്കോട്ടെ എന്ന് കരുതി അന്നും ആ അവധി ദിവസങ്ങളിലും വണ്ടി പൈസയും കൊടുത്ത് ചോറും പൊതിയൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അത് മുന്നോട്ട് ഒരുപാട് നീണ്ടുപോയി. അവരുടെ സ്പെഷ്യൽ ക്ലാസ്സുകളും പഠിത്തങ്ങളും ഫ്രണ്ട്ഷിപ്പും എല്ലാം മുന്നോട്ട് പോയി. പല പ്രാവശ്യം ഇങ്ങനെ പോകുമ്പോഴും ഒരു തവണ മാതാപിതാക്കൾ ചിന്തിക്കണം, കഴിഞ്ഞ ആഴ്ച പോയി, ഈ ആഴ്ച പോയി, പിന്നത്തെ ആഴ്ച പോയി. വല്ലപ്പോഴും എങ്കിലും മാതാപിതാക്കൾ എൻ്റെ മക്കൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത് എന്ന് ഇന്ന് ശ്രദ്ധിക്കേണ്ട ബാധ്യത മാതാപിതാക്കൾക്കുണ്ട്. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നും പറഞ്ഞ് പോകുമ്പോൾ അവർക്ക് വഴിച്ചെരിവുള്ള പൈസയും കൊടുത്ത് ചോറും കൊടുത്ത് ഡ്രസ്സും കൊടുത്ത് ഇങ്ങനെ വിട്ടാൽ മാത്രം പോരാ. കാരണം സ്പെഷ്യൽ ക്ലാസ് ദിവസം അവർക്ക് യൂണിഫോം ഇല്ല, അവർക്ക് കളർ ഡ്രസ്സ് എന്ത് വേണമെങ്കിലും വിടാം. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് അവർ പോകുമ്പോഴേ 2-3 പ്രാവശ്യം അല്ല 3-4 പ്രാവശ്യം പോയി കഴിയുമ്പോഴേ മാതാപിതാക്കൾ പുറകെ ഒന്ന് ചെല്ലണം. ഇവരെങ്ങോട്ടാണ് പോകുന്നത്, എന്തിനാ പോകുന്നത് എന്ന് അന്വേഷിക്കാൻ അവർക്ക് സമയമില്ലാതെ ഇവരുടെ ഈ ഫ്രണ്ട്ഷിപ്പ് സ്പെഷ്യൽ ക്ലാസ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ കുറേ നാൾ കഴിയുമ്പോഴേ ഈ മകൾ കുറ്റിക്കാട്ടിലോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ ബാത്റൂമിലോ അല്ലെങ്കിൽ ഫ്ലാറ്റിന് മുകളിലോ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കും. ആ ജന്മം കൊടുക്കുന്ന സമയത്താണ് മക്കൾ പഠിച്ച ആ സ്പെഷ്യൽ ക്ലാസ് എന്താണെന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ സ്പെഷ്യൽ ക്ലാസിൻ്റെ റിസൾട്ടാണ് ആ ക്ലോസറ്റിൽ അല്ലെങ്കിൽ ബാത്റൂമിൽ കണ്ടത്. മാതാപിതാക്കൾ അന്തരമാണ് മക്കളുടെ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്.
അങ്ങനെ ചിന്തിച്ചാൽ പോരെ, അങ്ങനെ മനസ്സിലാക്കിയാൽ പോരെ. മക്കൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ആണാകട്ടെ പെണ്ണാകട്ടെ എന്തിനു പോകുന്നു എന്ന് പല പ്രാവശ്യമാകുമ്പോൾ ഒരു തവണയെങ്കിൽ അന്വേഷിക്കേണ്ട ബാധ്യത മാതാപിതാക്കളാണ് നമുക്കുണ്ട്. അതുപോലെ മക്കളെ നല്ലതുപോലെ നോക്കി വളർത്തേണ്ട ഒരു ദുനിയാവാണെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന കാലഘട്ടമല്ല. മക്കളെ, പ്രത്യേകിച്ച് പെൺമക്കളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് നല്ലപോലെ നല്ല രീതിയിൽ വളർത്തുകയാണെങ്കിൽ അള്ളാഹു പേരുദോഷം കേൾക്കാത്ത രീതിയിൽ നല്ലൊരു ജീവിതം, ഹൈറായ ജീവിതം നമുക്ക് തരും. അങ്ങനെ അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ മാതാപിതാക്കൾ വീട്ടിൽ വഴക്കുണ്ടാക്കുമ്പോൾ ആ വഴക്ക് മക്കളെ ശ്രദ്ധയിൽപ്പെടരുത്. കൊച്ചു മക്കൾ വീട്ടിൽ ഉണ്ടാകുമ്പോൾ മാതാപിതാക്കൾ എന്തെങ്കിലും കാര്യത്തിൽ വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നം മാതാപിതാക്കൾ തന്നെ അത് തീർക്കണം. അത് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി മക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ മക്കൾ അത് കേട്ടും കണ്ടും വളർന്നു വരും. അതിനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. പിന്നീട് കൊച്ചുമക്കളും ഭാര്യയൊക്കെ ഉള്ള പുരുഷന്മാർ പുറത്തോട്ട് ജോലിക്ക് പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് സ്നേഹത്തിലോ അല്ലെങ്കിൽ അതുപോലെ ഫ്രണ്ട്ഷിപ്പിനൊക്കെ ശ്രമിക്കും. അങ്ങനെ ആ ഫ്രണ്ട്ഷിപ്പും സ്നേഹമൊക്കെ കുറേശ്ശെ അത് വളർന്ന് അവസാനം അവരിലേക്ക് നമ്മുടെ ശ്രദ്ധയും സ്നേഹവും, നമുക്ക് ചെറിയ വരുമാനമുണ്ടെങ്കിൽ വരുമാനങ്ങൾ എല്ലാം അതിലേക്ക് അങ്ങ് പോകും. അങ്ങനെ ഏതോ ഒരുത്തി ചിരിച്ച് കാണിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ സ്നേഹിച്ചതിൻ്റെ പേരിൽ കുടുംബത്തെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകുന്ന ചില പുരുഷന്മാരുണ്ട്. ആ പുരുഷന്മാർക്ക് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല മാനസികമായ സന്തോഷവും സമാധാനവും ഒരിക്കലും കൊടുക്കുകയില്ല. വല്ലപ്പോഴും വിരുന്നുകാർ ഇറങ്ങിപ്പോയാൽ വല്ലപ്പോഴും വിരുന്നുകാരെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വരുന്നത് പോലെ വല്ലപ്പോഴും കയറി വരും. വീടിനകത്തോട്ട് കയറി വന്നാൽ മക്കൾ ചെയ്യുന്നത് കുറ്റം, ഭാര്യ പറയുന്നത് തെറ്റി, അങ്ങനെ അടിയും വഴക്കും പ്രശ്നമാക്കി അമ്മ വീണ്ടും ഇറങ്ങിപ്പോകും. പോകുന്നത് എങ്ങോട്ടാണ്? ഏതോ ഒരു താൽക്കാലിക സുഖത്തിന് വേണ്ടി ഒന്ന് ചിരിച്ചു കാണിച്ചു, അതിൻ്റെ പേരിലാണ് അവൻ ജോലി ചെയ്യുന്ന പൈസ അവൾക്ക് കൊടുത്ത് അവളുടെ ജീവിതത്തിന് ഇറങ്ങിപ്പോകുന്നത്. അതും ശാശ്വതമല്ല. നാളെ ഒരു സമയത്ത് നീ 10 ദിവസം കിടപ്പിലായി പോയാൽ, സുഖമില്ലാതെ കിടന്നു പോയാൽ നിന്നെ നോക്കാൻ നിൻ്റെ ഭാര്യയും മക്കളും മാത്രമേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇപ്പോൾ ആരോഗ്യമുള്ള സമയത്ത് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഭാര്യയ്ക്ക് ചില സൗന്ദര്യം കുറഞ്ഞു പോയി, അവൾ ആരോഗ്യം കുറഞ്ഞു പോയി, അതവന് എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഇവൻ ആരോഗ്യമുള്ള സമയത്ത് ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കയ്യിലുള്ളത് കൊണ്ട് ആരോഗ്യമുള്ള സ്ഥലത്തേക്ക് അവൻ പോകും. ആ സുഖത്തിന് വേണ്ടി അവൻ പോകും. ആ സുഖം ശാശ്വതമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ഗണങ്ങളെ തമ്മിൽ ഒരുമിപ്പിക്കുന്നത് നമ്മൾ എവിടെയോ വെച്ച് കണ്ട ഒരു പെണ്ണിനെയാണ്. ആ പെണ്ണാണ് എന്ത് വിശ്വാസത്തിലാണ് നമ്മുടെ പുറകെ ഇറങ്ങി വരുന്നത്? കെട്ടാൻ വന്ന, അല്ലെങ്കിൽ മഹർ തരുന്ന, അല്ലെങ്കിൽ നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന ആ പുരുഷനോടുള്ള വിശ്വാസം കൊണ്ടാണ്. അവൻ മരണം വരെ എന്നെ നോക്കും, എനിക്കൊരാപത്ത് വന്നാൽ അവൻ നോക്കും എന്നുള്ള പൂർണ്ണമായ വിശ്വാസം കൊണ്ടാണ് യാതൊരു ബന്ധവും യാതൊരു പരിചയമില്ലാത്തൊരു അന്യപുരുഷൻ്റെ പുറകെ അവസ്ഥയിൽ ഇറങ്ങി വരുന്നത്. അപ്പോൾ ആ മാനസികാവസ്ഥ അവനും മനസ്സിലാക്കണം. മരണം വരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ അവർ ഒന്നിച്ച് ജീവിച്ച് മരിക്കാൻ ശ്രമിക്കണം. അല്ലാഹു തആല അതിനും തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും മരിപ്പിച്ച് അള്ളാഹുവിന് മുമ്പിൽ ഹാജരാക്കി, ഇങ്ങനെ മാതാപിതാക്കളെയും മക്കളെയും എല്ലാവരെയും റബ്ബിന് മുമ്പിൽ വിചാരണയ്ക്ക് ഹാജരാക്കും. മക്കളെ നല്ല രീതിയിൽ വളർത്തുകയാണെങ്കിൽ ആ മക്കൾ നാളെ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും. അള്ളാഹുവേ, എൻ്റെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ചവരാണ്, ബുദ്ധിമുട്ടിയവരാണ്. അതുകൊണ്ട് അവരുടെ കാര്യം അവരെ ആദ്യം സ്വർഗത്തിൽ കടത്തണം, അത് കഴിഞ്ഞിട്ടേ ഞങ്ങളുടെ സ്വർഗത്തിലേക്ക് വരുന്നുള്ളൂ എന്ന് പറയും മക്കൾ. നേരെ മറിച്ച മാതാപിതാക്കൾ മക്കളുടെ കാര്യം ശ്രദ്ധിക്കാതെ തോന്നിവാസം വളർത്തിയ മക്കളാണെങ്കിൽ ആ മക്കളെ അല്ലാഹു തആലയുടെ മുമ്പിൽ ഹാജരാക്കുന്ന സമയത്ത്, വിചാരണ സമയത്ത് ആ മക്കൾ പറയും, അള്ളാഹുവേ, അള്ളാഹു ചോദിക്കും, നീ ദുനിയാവിൽ എത്ര വർഷം ജീവിച്ചു? ആ ജീവിച്ചത് എന്തിനു വേണ്ടിയാണ്? ദുനിയാവിന് വേണ്ടിയാണോ? ആഖിറത്തിന് വേണ്ടിയാണോ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നീ എന്താണ് ചിലവഴിച്ചത്? ഇതുപോലെ കുറേ കാര്യങ്ങൾ അള്ളാഹു ചോദിക്കുമ്പോൾ മക്കൾ പറയും, അള്ളാഹുവേ, നീ ഇങ്ങനെ ഒരു അവസരം, ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാകുമെന്നും ഇങ്ങനെ ഒരു ചോദ്യം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും ഒന്നും എൻ്റെ മാതാപിതാക്കൾ പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവേ, നീ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും അള്ളാഹുവേ മറുപടി പറയേണ്ടത് ഈ നിൽക്കുന്ന എൻ്റെ മാതാപിതാക്കളാണ്. അതുകൊണ്ട് നീ ഈ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം ഉത്തരം തരേണ്ടത് എൻ്റെ മാതാപിതാക്കളാണ്. ഞങ്ങൾക്കറിയില്ല റബ്ബേ, ഞങ്ങളെ പഠിപ്പിച്ചില്ല റബ്ബേ, അതുകൊണ്ട് ഞങ്ങൾക്ക് തരുന്ന ശിക്ഷയുടെ ഇരട്ടി
ശിക്ഷ അള്ളാഹുവേ ഈ നിൽക്കുന്ന എൻ്റെ മാതാപിതാക്കൾക്ക് കൊടുക്കണേ എന്ന് 2 കൈയും പൊക്കി അള്ളാഹുവിന് മുമ്പിൽ ആ മക്കൾ ദുആ ചെയ്യും. എന്താണ് ആ ദുആക്ക് കാരണം? നമ്മൾ മക്കളെ നല്ല രീതിയിൽ വളർത്തിയില്ല, ഉത്തരവാദിത്വം കാണിച്ചില്ല. അപ്പോൾ മക്കൾ വഴിതെറ്റിപ്പോയി. അതിന് സമാധാനം പറയേണ്ടത് മാതാപിതാക്കളാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ മക്കളെ വളർത്തി അവരുടെ സംരക്ഷണ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് നല്ല രീതിയിൽ ജീവിച്ച് മരിക്കാൻ മാതാപിതാക്കൾക്കും മക്കൾക്കും അല്ലാഹു തആല അവസരം നൽകുമാറാകട്ടെ. പിന്നീട് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത്, മക്കൾ വലുതായി കഴിഞ്ഞാൽ മക്കൾ ചിലപ്പോൾ ഒരു വീട്ടിൽ 3 ആൺമക്കളോ അല്ലെങ്കിൽ 2 ആൺമക്കളോ കാണും. അപ്പോൾ വലുതായി കഴിഞ്ഞ് അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇളയ മകൻ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മൂത്ത മകനെ അവിടെ നിന്നും അവന് അർഹതപ്പെട്ട സ്വത്തോ മുതലോ എന്തെങ്കിലും കൊടുത്ത് അർഹതപ്പെട്ടത് കൊടുത്ത് അവനെ ആ കുടുംബത്തിൽ നിന്ന് മാറ്റി താമസിപ്പിക്കണം. അത് മാതാവിനേക്കാൾ കൂടുതൽ ഉത്സാഹം കാണിക്കേണ്ടത് പിതാവാണ്. ഇളയ മകൻ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ മൂത്ത മകൻ കുടുംബത്തിൽ നിന്ന് മാറ്റി താമസിക്കേണ്ട ബാധ്യത ആ പിതാവിനുള്ളതാണ്. അല്ലാതെ എല്ലാ മക്കളും 3 മക്കളുണ്ടെങ്കിൽ 3 മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം കൂടി ആ വീട്ടിൽ ഒന്നിച്ച് താമസിച്ചാൽ അവിടെ ആലമ്പും വഴക്കും എപ്പോഴും സ്ഥിരമായി ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം പല കുടുംബത്തിൽ നിന്ന് വരുന്ന മരുമക്കളാണ്. അവരെല്ലാവരും ഒരേ സ്വഭാവക്കാരാകണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെന്ത് ചെയ്യണം? നമ്മൾ മൂത്തവരെ മാറ്റി താമസിപ്പിക്കണം. ചില മാതാപിതാക്കൾ പറയും, അവൻ മാറിയാൽ നമ്മുടെ കുടുംബത്തെ വരുമാനം ഇല്ലാതാവും, നമ്മുടെ കുടുംബത്തെ വരുമാനം കുറഞ്ഞു പോകും, അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് കടന്നോട്ടെ എന്ന് മാതാപിതാക്കൾ കരുതും. പക്ഷേ അത് നല്ലതിനേക്കാൾ കൂടുതൽ ഷർറായി മാറും. അതുകൊണ്ട് ചെറിയ ആൾക്കാർ പെണ്ണ് വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ വലിയ ആൾക്കാരെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കണം. അത് ആ ഒരു ബാധ്യതയും മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിലാക്കി തരുമാറാകട്ടെ. നമുക്ക് മനസ്സിനും മാനസികമായും സാമ്പത്തികമായും ശാരീരികമായും എല്ലാവിധ സുഖങ്ങളും അല്ലാഹു തആല നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ കുടുംബം ആദ്യം നന്നാകണം. ആദ്യം മക്കൾ നന്നാക്കണം. അതിനുശേഷം ആദ്യം മക്കൾ നന്നാവുന്നതിന് മുമ്പ് മാതാപിതാക്കൾ നന്നാവണം. അതിനുശേഷമേ മക്കൾ നന്നാക്കാൻ ശ്രമിക്കാവുള്ളൂ. അല്ലെങ്കിൽ മക്കൾ ചോദിക്കും, വാപ്പ അങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ ഉമ്മ അങ്ങനെ പോകുന്നു, പിന്നെ ഞങ്ങൾ എന്തെങ്കിലും ഉപദേശിക്കണം? അതല്ല, ആദ്യം മക്കളെ നന്നാക്കണമെങ്കിൽ മാതാപിതാക്കൾ നന്നാകണം. മാതാപിതാക്കൾ നന്നായതിനു ശേഷം മക്കളെ ഉപദേശിക്കണം. അപ്പോൾ ആ മക്കൾ മാതാപിതാക്കളുടെ ഉപദേശം കേട്ട് നന്നാകാൻ ശ്രമിക്കും. മക്കളുടെ സന്തോഷം കണ്ട് പിന്നെ മാതാപിതാക്കളെ നമുക്ക് ദുനിയാവും ആഖിറത്തിലും ഖൈറായി മനസ്സമാധാനത്തോടെ ജീവിച്ച് മരിക്കാൻ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പിന്നീട് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് ഓരോ തവണയും വീഡിയോ ചെയ്യാനുള്ള പ്രോത്സാഹനം തരുന്നത് നിങ്ങളാണ്. ഇന്നൊരു വീഡിയോ ചെയ്തു, അപ്പോൾ നാളൊരു വീഡിയോ ചെയ്യാൻ എനിക്കുള്ള താല്പര്യവും പ്രോത്സാഹനവും ഉണ്ടാകുന്നത് നിങ്ങൾ ചെയ്യുന്ന ലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ്. വീണ്ടും എനിക്കൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു മനസ്സ് തോന്നുന്നത്. അതിന് ചില ആൾക്കാർ ആ വീഡിയോ കണ്ടുകൊണ്ട് ചില പേര് ഞാൻ പറയുന്നില്ല, പേരിനോട് ചേർന്ന് വാലുള്ള ചില ആൾക്കാർ നിലവാരമില്ലാത്ത കമൻറ്റുകൾ ഇടാറുണ്ട്. നല്ല നിലവാരമുള്ളതാണെങ്കിൽ കുഴപ്പമില്ല. ഇത് നിലവാരമില്ലാത്ത ചില കമൻറ്റുകൾ ഇടാറുണ്ട്. അത് ഇടുന്നത് ആരാണ്? എല്ലാം ഞാൻ തികഞ്ഞതാണ്, ഞാൻ എല്ലാം തികഞ്ഞവനാണ് എന്ന് സ്വയം അഭിനയിക്കുന്നവർ. അവരാണ് ഈ പേരിനോട് ചേർന്ന് വാലുള്ള ആൾക്കാരാണ് ഈ ചില നിലവാരമില്ലാത്ത കമൻറ്റുകൾ ഇടാറുള്ളത്. അപ്പോൾ ഈ പേരിന് നേരെ വാല് എന്ന് ഞാൻ പറയുന്നത് അത് ഉമ്മയുടെ ഉദരത്തിൽ നിന്നും പുറത്ത് വരുന്ന സമയത്തുണ്ടായ വാലാണോ അതല്ല അതിന് ശേഷമുണ്ടായ വാലാണോ എന്ന് സംശയമുണ്ട്. ഉമ്മയുടെ ഉദരത്തിൽ നിന്നും വന്നതിന് ശേഷം ഉണ്ടായ വാലാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ റസൂലിനുണ്ടാകണം ആ വാല്, അല്ലെങ്കിൽ റസൂലിൻ്റെ സ്വഹാബക്കൾക്കുണ്ടാകണം, അല്ലെങ്കിൽ താബിഈങ്ങൾക്കുണ്ടാകണം, അല്ലെങ്കിൽ ഖുലഫാഉർ റാഷിദീങ്ങൾക്കുണ്ടാകണം. നമ്മുടെ അറിവിൽ അങ്ങനെ പേരിനോട് ചേർന്നൊരു വാലുള്ളതായിട്ട് നമുക്കറിയില്ല. അപ്പോൾ ഈ വാല് അവർ ഉപയോഗിക്കുന്നത്, പേരിന് അടുത്ത് തന്നെ ഈ വാല് ഉപയോഗിക്കുന്നത് ദുനിയാവിനോടുള്ള ആഗ്രഹമുണ്ട്.
എങ്ങനെയെങ്കിലും ദുനിയാവിലുള്ളവരെ തൃപ്തിപ്പെടുത്തുക. അവരെ സ്നേഹിച്ച് നിന്നാലേ നമ്മുടെ കാര്യങ്ങൾ ആഹാരം പോട്ടെ, ആഹാരമൊന്നും നമുക്ക് വിഷയമില്ല. അപ്പോൾ ദുനിയാവ് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഞാൻ പേരിൻ്റെ നേരെ ഒരു ഭാരം കൂടി ഉപയോഗപ്പെടുത്തിയാലേ അത് കിട്ടുള്ളൂ. എന്തിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഈ അഭിനയിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നത്? ഏതെങ്കിലും പള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ മദ്രസയിൽ നിന്ന് നാട്ടുകാർ തന്നെ ഭക്ഷണം കഴിച്ച് അങ്ങനെ ജോലി ചെയ്ത് മുന്നോട്ട് പോയപ്പോരെ? ഏതവൻ്റെ കണ്ടവൻ്റെ ഈ പച്ച മാംസം തിന്ന് ജീവിക്കേണ്ട കാര്യമുണ്ടോ? ഏതെങ്കിലും പള്ളിയിൽ നിന്ന് ജോലി ചെയ്താൽ പോരെ? അതല്ലേ ഏറ്റവും നല്ലത്. കഷ്ടം.